ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഹോസ്റ്റലിലുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ രാവിലെ തന്നെ 6 മണിയായപ്പോൾ ഞാൻ എണീറ്റു. എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇന്ന് അവധി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നേരത്തെ എണീറ്റു. അങ്ങനെ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ഞാൻ വന്നു കേട്ടോ. ഈ പല്ല് തേച്ച് മുഖം കഴുകി വന്ന പാടെ ഞാൻ കുറച്ച് വെള്ളം കുടിക്കും. അതെന്നും സ്ഥിരം ഒരു പതിവായിട്ടാണുള്ളത്. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഞാൻ മുടിയൊക്കെ ചീകാനുള്ള തത്രപ്പാടിലാണ്. അങ്ങനെ മുടിയൊക്കെ ചീകി ജടയൊക്കെ കളഞ്ഞ് കെട്ടി വെച്ചിട്ടാണ് ഞാൻ ചായ കുടിക്കാൻ പോകാറ്. അപ്പം മെസ്സിലേക്ക് ഞാൻ ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. ആ ഫോൺ കൊണ്ടുപോയില്ല കേട്ടോ. ഫോൺ കൊണ്ടുപോകുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഫോൺ ഞാൻ കൊണ്ടുപോയില്ല, അതുകൊണ്ട് അതൊന്നും കാണിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ച് തിരിച്ച് വന്നിട്ട് റൂമൊക്കെ ഒന്ന് അടിച്ച് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അടിച്ചൊക്കെ വാരി കഴിഞ്ഞ് ഒന്ന് കണ്ണാടിയിൽ നോക്കിയപ്പോഴാണ് ഞാൻ സത്യം തിരിച്ചറിഞ്ഞത്. എൻ്റെ മുഖം മുഴുവൻ ടാൻ അടിച്ച് ഭയങ്കരമായിട്ട് കറുത്ത് എന്തൊക്കെയോ ഒരു അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയതുകൊണ്ട് വെയിലൊക്കെ കൊള്ളുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ലോണം ടാൻ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ആ ടാനൊക്കെ ഒന്ന് റിമൂവ് ആട്ടെ എന്ന് വിചാരിച്ച് അവിടെ കുറച്ച് കസ്തൂരി മഞ്ഞൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കുറച്ച് വെള്ളത്തിലൊക്കെ കലക്കി ഞാൻ മുഖത്ത് തേച്ചു കേട്ടോ. മുഖത്ത് ഫുള്ളായിട്ട് ഞാൻ തേച്ച് കൊടുത്തു. അങ്ങനെ ഇതിങ്ങനെ മുഖത്ത് തേച്ച് കുറേ സമയം ഇരിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. അപ്പോൾ അന്നേരം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം ലെസൺ പ്ലാനൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ലെസൺ പ്ലാനൊക്കെ നോക്കി വെച്ചു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ലെസൺ പ്ലാനൊക്കെ എഴുതി വെച്ചു കേട്ടോ. കുറേ എഴുതാണ്ടായിരുന്നു, എന്നാലും കുറച്ച് മാത്രമേ എഴുതിയുള്ളൂ. പിന്നെ ഈ ഫേസിലിട്ട സാധനം കഴുകി കളയാണ്ട് എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു. അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണങ്ങിയോ നോക്കലായിരുന്നു എൻ്റെ പരിപാടി. അങ്ങനെ മുഖമൊക്കെ കഴുകി ഞാൻ വന്നു കേട്ടോ. കുറച്ചൊരു മാറ്റം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, പക്ഷേ ഒരു പ്രാവശ്യമല്ലേ ഇട്ടുള്ളൂ, അപ്പോഴേക്കും വലിയ മാറ്റമൊന്നും സംഭവിക്കില്ലല്ലോ. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പുറത്ത് പോയിരുന്ന് എഴുതാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കുളിക്കാനായിട്ട് പോകാൻ തുടങ്ങുകയാണ്. ഏകദേശം ആ സമയമാകുമ്പോഴാണ് എന്നും അവധിയുള്ള ദിവസം ഞാൻ പോകാറ്. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വന്ന് ഞാൻ കുറച്ച് സമയം കിടന്നു. ഉറങ്ങാനൊന്നുമല്ല, ഒരു സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ കിടന്നു കേട്ടോ. ഉറങ്ങി എണീറ്റ് ഞങ്ങൾ മസ്റ്ററിങ് ചെയ്യാനായിട്ട് റേഷൻ കടയിൽ പോയി. അങ്ങനെ റേഷൻ കടയിൽ പോയി തിരിച്ചൊക്കെ വന്ന് പിന്നെ നാളെ സ്കൂളിൽ കൊണ്ടുപോയി കുട്ടികളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കുറച്ച് വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്യണമായിരുന്നു. അങ്ങനെ ലാപ്പ് ഓണാക്കിയപ്പോഴാണ് പഴയ കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടത്. അങ്ങനെ അതൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.